ഹായ് കൂട്ടുകാരെ, ശർക്കര വരട്ടി ഞങ്ങൾ എല്ലാ പ്രാവശ്യവും റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം ഞാൻ ചില കൂട്ടുകാരുടെയൊക്കെ വീഡിയോകൾ കണ്ടതുകൊണ്ട് ഞങ്ങളും ഒന്ന് തനിയെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഒരു 2 കിലോ പച്ചക്ക വാങ്ങിയിട്ട് വന്ന് നമ്മൾ നല്ലതായിട്ട് പൊളിച്ച് വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിലിട്ട് വെച്ച് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശർക്കരയുടെ ഷേപ്പ് അറിയാമല്ലോ, ആ ഷേപ്പിൽ നമ്മൾ അരിഞ്ഞ് പിന്നീട് ഒന്നും കൂടെ വെള്ളത്തിലിട്ട് ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ വാരി ഉണക്കിയെടുക്കും, അതായത് തോർത്തിയെടുക്കും, വെള്ളമയം തീരെ ഇല്ലാതെ. ഈ രീതിയിലാണ് ഞങ്ങൾ കഷ്ണിച്ചെടുത്തത്. ആദ്യം തീരെ നൈസായി, പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ടേ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ വലിയതായിട്ട് കടുതക്ക മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടൊന്നും കൂടെ നമ്മൾ ഇനി നല്ലതായിട്ടൊന്ന് വെള്ളം പോയി എല്ലാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഇവിടുത്തെ പുഴുക്കലരിയാണ് നമ്മൾ വയ്ക്കുന്നത്, ചാപ്പാട് റൈസ്. അപ്പോൾ അത് ഒരു ഗ്ലാസ്സോളം എടുത്ത് ഞാൻ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം, അതിൻ്റെ കൂടെ ശകലം കുരുമുളക്, ചുക്ക്, ഇത്രയും സാധനം കൂടി ഇതിനകത്തോട്ട് നമ്മൾ ഇട്ടൊന്ന് അരി നല്ലതായിട്ട് വറുത്ത് വന്നതിന് ശേഷം, ഇതൊക്കെ ഒരുപാട് ഫ്രൈഡ് ആകണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് അരി വറുത്ത് വന്നതിന് ശേഷം ഇതുകൂടി ഇട്ട് അതിനകത്തോട്ടൊന്ന് ലൈറ്റായി ചൂടാക്കി, ചുക്ക് നമ്മളൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട് മിക്സിയുടെ ജാറിൽ, അതിന് പ്രോബ്ലം ആകണ്ട. അപ്പോൾ ശരി, അപ്പോൾ നമ്മളതിങ്ങനെ നല്ലതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് പൊടിയാക്കി വെച്ചിട്ട് ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കായ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. ആദ്യം നല്ലതായിട്ടൊന്ന് വെള്ളമയം പോകുന്ന വരെ നല്ല തീയിൽ വെച്ചിട്ട് പിന്നെ അത് കുറച്ച് വെക്കണം, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്, എങ്കിലേ ഉള്ളൊക്കെ നല്ലതായിട്ട് മൂത്ത് വരുള്ളൂ. ഇത് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കല്യാണ സദ്യക്കൊക്കെ എന്ത് പാടുപെട്ടായിരിക്കും അവരൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. കുറേ ടൈം എടുത്തു, കാരണം ഇത് കുറച്ചേറെ ഉണ്ടായിപ്പോയി. അപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ട് ശർക്കര, ഇപ്രാവശ്യം ഞങ്ങൾ ലൂസായിട്ട് കിട്ടുന്ന ശർക്കര ഉണ്ടല്ലോ, അതാണ് നമ്മൾ പാക്കറ്റായിട്ട് വരുന്ന വാങ്ങി നല്ലതായിട്ട് ഇതൊന്ന് കുറുകി, നമ്മൾ വിരലിലൊട്ടുന്ന നൂലാ വരുന്ന മാതിരി കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ശർക്കര വരട്ടി അതിനകത്തോട്ട്, അതായത് വാഴക്ക വറുത്ത് വെച്ചിരിക്കുന്ന അതിലോട്ട് നമ്മളങ്ങ് ആഡ് ചെയ്തിട്ട് നോക്ക് വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടി ഇതിലോട്ട് ചേറി, അതായത് നല്ല മിക്സ് ചെയ്ത് ഒന്നൊന്നാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി റെഡി. എല്ലാ കുട്ടികളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.